എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. 7-ാം നാളിൽ ദൈവം തന്റെ സകല പ്രവൃത്തികളിൽ നിന്നും നിവൃത്തനായി എന്ന് 7-ാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. 1997 മുതൽ 2012 വരെയുള്ള കാലഘട്ടത്തിൽ ജനിച്ച വ്യക്തി ജീവിതങ്ങളെ ജെൻസി ജനറേഷനിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജെൻസികളുടെ തലമുറ. ഇവരെക്കുറിച്ച് ധാരാളം പോസിറ്റീവുകളും നെഗറ്റീവുകളും ഉണ്ട് എങ്കിലും ഇവരുടെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇവരുടെ ഏർലി റിട്ടയർമെന്റ് കോൺസെപ്റ്റ് ആണ്. 20കളിലും 30കളിലും 40കളിലും കഠിനമായി അധ്വാനിച്ചതിന് ശേഷം 50കളിലും 60കളിലും വിശ്രമിക്കുന്ന അവസ്ഥ. അല്പം കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെ 20 വർഷം കഠിനമായി അധ്വാനിച്ച് ബാക്കിയുള്ള ദിവസങ്ങൾക്ക് വേണ്ടി 50കൾക്കും 60കൾക്കും വേണ്ടി ഭീമമായ ഒരു പൈസ സമ്പാദിക്കുന്ന രീതി. എന്നാൽ 1997 മുതൽ മുകളിലോട്ടുള്ള തലമുറകളെ കുറിച്ച് നാം പരിശോധിക്കുന്ന സമയത്ത് 60 വയസ്സ് വരെയോ 70 വയസ്സ് വരെയോ കഠിനമായി അധ്വാനിച്ചതിന് ശേഷം അതിൽ നിന്ന് ലഭിക്കുന്ന റിട്ടയർമെന്റ് തുക കൊണ്ട് ജീവിക്കുക എന്ന ഒരു നയമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായാണ് ഈ ജെൻസി തലമുറ വിശ്രമത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതല്ലേ നമ്മുടെ ജീവിതത്തിൽ ആവശ്യം? വിശ്രമം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. കാരണം നാം ഇന്ന് ആയിരിക്കുന്ന ലോകം ഒരു റെസ്റ്റ്ലെസ് വേൾഡ് ആണ്. വിശ്രമമില്ലാതെ എപ്പോഴും ഓടുകയും ചാടുകയും എന്തിനൊക്കെ പിറകെ എന്തൊക്കെയോ നേടുന്നതിന് വേണ്ടി നാം പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഒരു ബിസി ആയിട്ടുള്ള വേൾഡ്. ഒരു കുഞ്ഞു മുതൽ അല്ലെങ്കിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തി വരെ എന്തിനോ വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥ. അല്പസമയം നമുക്ക് നമ്മുടെ കുടുംബത്തോടൊപ്പം നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിശ്രമിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അതെ, വേദപുസ്തക അടിസ്ഥാനത്തിൽ വിശ്രമത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ വിശ്രമത്തിനെ കുറിച്ചുള്ള ഒരു കാലഘട്ടമുണ്ട്. വിശ്രമത്തിനൊരു പ്രത്യേക കാലയളവുണ്ട്. വിശ്രമം എന്നതിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ്. വിശ്രമം എന്ന വാക്കിന്റെ ഒരു വേദപുസ്തക ശബ്ദമാണ് ശബത്ത്. അതേ ശബത്തിന്റെ 3 പ്രത്യേകതകളെ കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ശബത്ത് ദിവസത്തിന്റെ 3 പ്രത്യേകതകൾ, അല്ലെങ്കിൽ നമ്മുടെ വിശ്രമ ജീവിതത്തിന്റെ 3 പ്രത്യേകതകളെ കുറിച്ചാണ് നാം പരിശോധിക്കുവാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ശബത്ത് ഈസ് ദ ഡേ ഓഫ് ബ്ലെസ്സിങ് എന്നതാണ്. അതെ, ശബത്ത് എന്ന ദിവസം ഒരു അനുഗ്രഹത്തിന്റെ ദിവസമാണ്. ശബത്ത് എന്നത് ഒരു അനുഗ്രഹത്തിന്റെ ദിവസം ആണ്. ശബത്ത് എന്ന എബ്രായ പദത്തിന്റെ അർത്ഥം പൂർത്തിയായതിൽ വിശ്രമിക്കുക, പൂർത്തിയാക്കി വിശ്രമിക്കുക എന്നൊക്കെയാണ്. ഇതിന്റെ അർത്ഥതലങ്ങളെ ദൈവീകമായ സൃഷ്ടിയുടെ പ്രവൃത്തിയുമായി നാം ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഇതിന്റെ അർത്ഥവ്യാപ്തി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതേ, സൃഷ്ടിയുടെ കാലയളവുമായി നാം ബന്ധപ്പെടുത്തി ഈ ശബത്ത് എന്ന വാക്കിന്റെ അർത്ഥതലത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 31 വരെയും 2-ാം അധ്യായം 3 വരെയുള്ള വാക്യങ്ങളിൽ ഏലോഹീം, സൃഷ്ടിതാവായ ദൈവം സകലത്തെയും സൃഷ്ടിക്കുകയാണ്. സകലത്തെയും സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ സൃഷ്ടിയെയും ദൈവം നോക്കിയിട്ട് എല്ലാം മനോഹരമാണെന്ന് കാണുകയാണ്. എല്ലാം പൂർണ്ണതയുള്ളതെന്ന് ദൈവം മനസ്സിലാക്കുകയാണ്. ആ ദൈവം 6 ദിവസം കൊണ്ട് എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം 7ാമത്തെ ദിവസം നിവൃത്തിയായ അവസ്ഥയിൽ ആയിരിക്കുകയാണ്. എല്ലാം അവസാനിപ്പിച്ച സൃഷ്ടികളെ എല്ലാം അവസാനിപ്പിച്ച അതിന്റെ പൂർണ്ണതയുടെ മനോഹാരിത മനസ്സിലാക്കി വിശ്രമിക്കുവാനായി ഒരു ദിവസത്തെ മാറ്റിവെക്കുകയാണ്. അതെ, താൻ ക്ഷീണിച്ച് അധ്വാനിച്ച് സൃഷ്ടികളിൽ അധ്വാനം പ്രകടിപ്പിച്ചതിന്റെ ഒരു ക്ഷീണം മാറ്റുന്നതിനുള്ള ഒരു വിശ്രമമായിരുന്നില്ല ദൈവം ഉദ്ദേശിച്ചത്. അതെ, ആ 7ാമത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടിയും വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ദൈവം 7ാമത്തെ ദിവസത്തെ ഉപയോഗിച്ചത്.
ആ ദിവസമാണ് ശബത്ത് എന്ന യഹൂദ വിശ്വാസ പ്രകാരം അവർ അനുഷ്ഠിച്ച് വരുന്നത്. ശബത്ത് ദിവസം എന്നത് ആ 24 മണിക്കൂറും അനുഗ്രഹത്തിന്റെ മണിക്കൂറുകളാണ്, അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാണ്. അത് ദൈവം മറ്റുള്ള ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അനുഗ്രഹിച്ച് മനുഷ്യന് വിശ്രമിക്കുവാനായി നൽകിയ ദിവസമാണ് ഈ ശബത്ത് ദിവസം എന്ന് പറയുന്നത്. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ ഇന്ന് ചിലരെങ്കിലും കഠിനമായി അധ്വാനിക്കുന്നുണ്ട്. അതെ, അവർ ചിന്തിക്കുന്നത് തിങ്കൾ മുതൽ മറ്റുള്ള ദിവസങ്ങൾ പോലെ തന്നെയാണ് വിശുദ്ധ ദിവസവും എന്നാണ്. ആ വിശുദ്ധ ദിവസം കൂടുതൽ ജോലി ചെയ്യുന്നതിലൂടെ കൂടുതൽ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് സാധിക്കുമെന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ നാം പരിശോധിക്കുമ്പോൾ ഈ ഒരു തത്വം തെറ്റാണെന്ന് എനിക്ക് സമർത്ഥിക്കുവാനായിട്ട് സാധിക്കും. അതേ, ദൈവത്തിൽ വിശ്രമിക്കുന്നവരാണ് കൂടുതൽ അനുഗ്രഹം പ്രാപിക്കുന്നവർ. ദൈവത്തിന്റെ സന്നിധിയിൽ ഈ ശബത്ത് നാളിൽ വിശ്രമിക്കുന്നവരാണ് കൂടുതൽ അനുഗ്രഹം പ്രാപിക്കുന്നവർ. സങ്കീർത്തനം 127 സങ്കീർത്തനം നമുക്ക് അറിയാം. ഈ സങ്കീർത്തനത്തിന്റെ രചയിതാവ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശലോമോനെ ആണ്. ശലോമോൻ ആരാണെന്ന് വ്യക്തമായ ധാരണ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. സമൃദ്ധിയുടെ പ്രതീകം, ജ്ഞാനത്തിന്റെ പ്രതീകം, സകലതും അധ്വാനിച്ച് കീഴടക്കിയ ഒരു വ്യക്തി. പക്ഷേ അദ്ദേഹത്തിന്റെ സങ്കീർത്തനമായ 127 സങ്കീർത്തനത്തിന്റെ മുകളിലെ തലക്കെട്ട് നാം പരിശോധിക്കുമ്പോൾ ആ തലക്കെട്ട് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ അനുഗ്രഹം കൂടാതെയുള്ള മനുഷ്യന്റെ പ്രവൃത്തികൾ നിഷ്ഫലമാണ്. ദൈവത്തിന്റെ അനുഗ്രഹം കൂടാതെയുള്ള മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും നിഷ്ഫലമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു തിയറിയെ കുറിച്ച് സങ്കീർത്തനം 127 2 വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്: തന്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്രമിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ പ്രിയന് ദൈവം വലിയ അനുഗ്രഹങ്ങളെ ഉറക്കത്തിൽ കൊടുക്കുന്നു, നിഷ്ക്രിയമായ അവസ്ഥയിലും കൊടുക്കുന്നു എന്നാണ് ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൽ ആശ്രയമില്ലാതെ ശബത്ത് എന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തെ ശക്തിയെ മനസ്സിലാക്കാതെ, ആ അനുഗ്രഹത്തെ മനസ്സിലാക്കാതെ നാം പ്രവർത്തിക്കുന്നുവെങ്കിൽ ആ ദിവസം നമ്മുടെ ജീവിതത്തിൽ നിഷ്ഫലമായി മാറുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. പുറപ്പാട് പുസ്തകം 16 അധ്യായം 9 മുതൽ 27 വരെയുള്ള ഭാഗത്ത് മോശയുടെ കാലത്തുള്ള ഒരു സംഭവത്തെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യമില്ലാതെ നാം ചെയ്യുന്ന പ്രവൃത്തികൾ നിഷ്ഫലമായി പോകും എന്നാണ് ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സംഭവം നിങ്ങൾക്ക് ഏവർക്കും പരിചിതമായ ഒന്നാണ്. മരുഭൂ പ്രയാണത്തിൽ ഇസ്രായേൽ ജനം ആയിരിക്കുകയാണ്. മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം മരുഭൂ പ്രയാണത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവർക്ക് കഠിനമായി വിശക്കുകയാണ്, അവർക്ക് കഠിനമായി ദാഹിക്കുകയാണ്. അവർ പഴയകാല ചിന്തകളെ കുറിച്ച് ചിന്തിക്കുകയാണ്, പഴയകാല ഓർമ്മകളെ കുറിച്ച് ചിന്തിക്കുകയാണ്. മിസ്രൈമിൽ ഫറവോന്റെ അടുക്കലായിരുന്നുവെങ്കിൽ തങ്ങളുടെ വിശപ്പും ദാഹമെങ്കിലും തങ്ങൾക്ക് അകറ്റുവാനായിട്ട് സാധിക്കുമെന്ന് ചിന്തിച്ച് അവർ ദൈവത്തിനെതിരെയും മോശയ്ക്കെതിരെയും പിറുപിറുക്കുകയാണ്. ഈ പിറുപിറുപ്പ് ദൈവം കേൾക്കുകയാണ്. ദൈവം ഇവരെ ധാരാളമായി അനുഗ്രഹിക്കുകയാണ്. ഇവർ പിറുപിറുത്തത് കൊണ്ടല്ല, ശക്തനായ തനിക്ക് എല്ലാത്തിനും സാധിക്കുമെന്ന് കാണിക്കുന്നതിന് വേണ്ടി ശൂന്യതയിൽ നിന്ന് സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടിതാവായ ദൈവം കാടപ്പക്ഷിയെയും മന്നായെയും ഈ ജനത്തിന് നൽകുകയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ്, 5 ദിവസത്തിൽ എല്ലാ ദിവസവും നിങ്ങൾ ഓരോ ദിവസത്തിനും ആവശ്യമായ മന്ന മാത്രം ശേഖരിക്കണം. ഓരോ ദിവസത്തിനും നിങ്ങൾക്ക് ആവശ്യമായ അന്നം മാത്രം നിങ്ങൾ സ്വീകരിക്കണം. എന്നാൽ 6-ാം ദിവസം നിങ്ങൾ ശേഖരിക്കുമ്പോൾ 2 ഇരട്ടി ശേഖരിക്കണം. കാരണം 7-ാമത്തെ ദിവസം സ്വസ്ഥതയുടെ ദിവസമാണ്, വിശുദ്ധമായ ദിവസമാണ്. നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് വിശ്രമിക്കേണ്ട ദിവസമാണ്, എന്റെ സന്നിധിയിൽ വന്ന് എന്നെ ആരാധിക്കേണ്ട ദിവസമാണ് എന്ന് അവരോട് പറയുകയാണ്. എന്നാൽ ചിലരൊക്കെ ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കുകയാണ്. എന്നാൽ മറ്റു ചിലർ ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കാതെ തങ്ങളുടേതായിട്ടുള്ള കഴിവുകളെ ആശ്രയിച്ചുകൊണ്ട് അവർ 7-ാം ദിവസവും മന്ന പെറുക്കുവാനായിട്ട് കടന്നു പോവുകയാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ നിരാശയായിരുന്നു പ്രതിഫലം. മറ്റുള്ളവർ ഇത്രത്തോളം കഠിനമായി അധ്വാനിക്കുന്നില്ല, എന്നാൽ ഇവർ 7-ാം ദിവസവും അധ്വാനിക്കുന്നു, മന്നയില്ലാത്ത അവസ്ഥ. തലേ ദിവസം മന്ന പറക്കി വെച്ചവര് അത് ഭക്ഷിക്കുന്നു എന്നാണ് വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതേ, ദൈവം ഇല്ലാത്ത
അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനൊരു കാരണം നാം ശബത്തിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ശബത്ത് ദിവസങ്ങളിൽ ഭാവിക്ക് വേണ്ടി അപ്പം ശേഖരിക്കുവാൻ ഞാനും നിങ്ങളും കടന്നു പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ പ്രവൃത്തികൾ നിഷ്ഫലമായി മാറിപ്പോകുന്നത്. അതേ, സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട ശബത്ത് ദിവസത്തിന്റെ 24 മണിക്കൂറുകൾ ശരിയായ രീതിയിൽ ദൈവസന്നിധിയിൽ നിന്ന് വിശ്രമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് സാധിക്കാതെ ഇരുന്നാൽ ദൈവസന്നിധിയിൽ നിന്ന് നാം അകന്നകന്ന് പോകും. അതേ, ആദാമിന്റെയും ഹൗവയുടെയും ജീവിതത്തിൽ ദൈവം അവർക്ക് നിത്യമായ സ്വസ്ഥത നൽകുകയാണ്. ഒരു ഏദൻ തോട്ടത്തിന്റെ അനുഭവം നൽകുകയാണ്. അവർ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്ന് പോവുകയാണ്. അതുകാരണം വീണ്ടും ശബത്ത് ഒരു കുറ്റം സമ്മതിക്കലിന്റെ ദിവസമായി രൂപാന്തരപ്പെടുകയാണ്. അത് രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് ശബത്ത് ദ ഡേ ഓഫ് റിപ്പന്റൻസ്, അല്ലെങ്കിൽ ശബത്ത് എന്നത് ഒരു അനുരഞ്ജനത്തിന്റെ ദിവസം എന്നാണ് രണ്ടാമത്തെ ചിന്ത. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 23 മുതൽ 3-ാം അധ്യായം 6-ാമത്തെ വാക്യം വരെയുള്ള ഭാഗത്ത് ശാസ്ത്രിമാരും യേശുവും ചേർന്ന് അവർ ശബത്തിനെ കുറിച്ച് തർക്കിക്കുന്ന ഭാഗമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചില സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശബത്തിൽ യേശുനാഥൻ ചെയ്യുന്ന ചില അത്ഭുത പ്രവൃത്തികളും അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള ഭാഗം നിങ്ങൾ പഠിക്കുമ്പോൾ ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് വരണ്ട കൈയുള്ള ഒരു മനുഷ്യന്റെ കരങ്ങളെ ദൈവം സൗഖ്യമാക്കി എന്നാണ്. യേശു സൗഖ്യമാക്കി എന്നാണ് അവിടെ പറയുന്നത്. യേശു ശബത്ത് നാളിൽ പള്ളിയിലേക്ക് പോകുന്നു. ആ പള്ളിയിൽ വെച്ച് വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ കണ്ടുമുട്ടുന്നു. ആ മനുഷ്യനോട് സദസ്സിന്റെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കുവാനായിട്ട് യേശു പ്രഖ്യാപിക്കുന്നു. ആ മനുഷ്യൻ യേശുവിന്റെ വാക്കുകൾ കേൾക്കുന്നു. സുഖം പ്രാപിച്ച ഭവനത്തിലേക്ക് കടന്നു പോകുന്നു. യേശു ആ മനുഷ്യനോട് എഴുന്നേറ്റ് നിൽക്കുവാൻ പറയുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് ആ മനുഷ്യൻ കുറ്റബോധത്തിന്റെ അവസ്ഥയിൽ ആയിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, പണ്ടത്തെ കാലഘട്ടത്തിൽ യഹൂദ ചിന്താഗതി അനുസരിച്ച് ഒരു മനുഷ്യൻ അംഗവൈകല്യമുള്ളവനാണെങ്കിൽ അവന്റെ മാതാവ്, അവന്റെ പിതാവ്, അല്ലെങ്കിൽ അവന്റെ പിതാവിന്റെ പിതാവ്, അപ്പൂപ്പനും അമ്മച്ചിയും ഒക്കെ പാപം ചെയ്തത് കൊണ്ടാണ് അവന്റെ ഈ ഒരു അംഗവൈകല്യം സംഭവിച്ചതെന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ചിന്തിക്കുകയാണ്, ഞാൻ ഈ ശബത്ത് നാളിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ യോഗ്യനല്ല എന്ന അവസ്ഥയിൽ അവൻ തലകളെ കുമ്പിട്ട അവസ്ഥയിൽ ആയിരിക്കുന്ന സമയത്താണ് ദൈവം അവനെ എഴുന്നേൽപ്പിക്കുകയും അവനെ ജീവിതത്തിലേക്ക് പിടിച്ച് ഉയർത്തുകയും ചെയ്യുന്നത്. എന്നാൽ ഈ കാഴ്ച കണ്ട ശാസ്ത്രിമാർക്ക് അതത്രയ്ക്ക് പിടിക്കുന്നില്ല. അവർക്ക് യേശുവിന്റെ പ്രവൃത്തികളുമായി യോജിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാല്, യേശു ഈ മനുഷ്യനെ സൗഖ്യമാക്കിയാല് ഇവനെ കുറ്റം വിധിക്കാമെന്ന ചിന്തയോടുകൂടിയാണ് ഇവർ കടന്നു വന്നത്. എന്നാൽ അതിനപ്പുറമായിട്ട് യേശു പ്രവർത്തിക്കുന്നതിലൂടെ ഒരു മനുഷ്യന്റെ ജീവനെ യേശുവിന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് സാധിക്കുകയാണ്. പലപ്പോഴും ഈ ശാസ്ത്രിമാരുടെ മൈൻഡ് സെറ്റോടുകൂടിയാണ് ശബത്ത് ദിവസങ്ങളിലേക്ക് നാം അടുത്തു വരുന്നത്. പലപ്പോഴും ആരാധനകളിൽ നാം പങ്കെടുക്കുന്നത് കുറ്റം വിധിക്കണം എന്ന ചിന്തയോടുകൂടിയാണ്. അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ കുടുംബ ജീവിതങ്ങൾ നാം ആയിരിക്കുന്നത് കുറ്റം വിധിക്കണം എന്ന ചിന്തയോടുകൂടിയാണ്. പലപ്പോഴും നമ്മുടെ ഔദ്യോഗിക തലങ്ങളിൽ നാം ആയിരിക്കുന്നത് കുറ്റം വിധിക്കണം എന്ന ചിന്തയോടുകൂടിയാണ്. പക്ഷേ ശബത്ത് ദിവസം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മറ്റുള്ളവരെ കുറ്റം വിധിക്കുവാനായിട്ടല്ല നാം ആലയത്തിലേക്ക് കടന്നു വരേണ്ടത്. ദൈവത്തിന്റെ സന്നിധിയിൽ കുറ്റം സമ്മതിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ പശ്ചാത്തപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു അനുരഞ്ജനത്തിന്റെ അനുഭവം പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാം ഓരോരുത്തരും കടന്നു വരേണ്ടതെന്നാണ് യേശു ഈ സംഭവത്തിലൂടെ പഠിപ്പിക്കുന്നത്. അതെ, ഈ മനുഷ്യര്, ശാസ്ത്രിമാർ ഓരോരുത്തരും ആയിരക്കണക്കിന് ശബത്ത് നിയമങ്ങൾ, ചെറുതും വലുതുമായ നിയമങ്ങൾ മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അനുഷ്ഠിക്കുന്നവര് ആയിരുന്നു. പക്ഷേ ഒരു ജീവനെ രക്ഷിക്കുന്നതിന് ഒരു വലിയ താല്പര്യം കാണിക്കുന്നില്ല. ശബത്ത് നാളിൽ ആ ഒരു നിയമമാണ് യേശു കർത്താവ് ലംഘിക്കുന്നത്. ഒരു ജീവനെ, ഒരു വ്യക്തിയെ, ഒരു രോഗിയെ സൗഖ്യമാക്കുന്നതിലൂടെ ശബത്തിന്റെ ആ പാരമ്പര്യമായ കെട്ടുകളെ
കർത്താവായ യേശു ക്രിസ്തു പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മാർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് മറ്റൊരു വ്യത്യസ്തമായ ചിന്ത കാണുവാനായിട്ട് സാധിക്കും. ഈ ശബത്തിന്റെ നിയമങ്ങളെല്ലാം അനുസരിച്ച ശാസ്ത്രിമാര് യേശുവിനെ കൊല്ലാനായിട്ട് ഗൂഢാലോചന നടത്തുകയാണ്. അതെ, ഈ ശബത്തിന്റെ നിയമങ്ങളിൽ ഭൂരിഭാഗം നിയമങ്ങളും ഈ ശാസ്ത്രിമാരും പരീശന്മാരും ചേർന്ന് നിർമ്മിച്ച നിയമങ്ങളാണ്. എന്നാൽ ദൈവം മോശയ്ക്ക് സീനായ് മാമലയിൽ നൽകിയ ഒരു കൽപ്പനയായിരുന്നു കൊല ചെയ്യരുത് എന്ന കൽപ്പന. അതെ, അവര് മനുഷ്യന്റെ മുൻപില് വിളങ്ങുന്നതിന് വേണ്ടി അവർ ഈ ആയിരക്കണക്കിന് വരുന്ന കുഞ്ഞു ശബത്ത് നിയമങ്ങൾ, മനുഷ്യനിർമ്മിതമായ നിയമങ്ങൾ അനുസരിച്ചു. പക്ഷേ ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കണമെന്നൊരു മൈൻഡ് സെറ്റോടുകൂടെയാണ് അവർ ശബത്തിലേക്ക് കടന്നു വന്നത്. എന്നാൽ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ശബത്ത് എന്ന് പറയുന്നത് കുറ്റം വിധിക്കലിന്റെ ദിവസമല്ല, കുറ്റസമ്മതം നടത്തേണ്ട ദിവസമാണ്. ദൈവമേ, ഞാൻ പാപിയായ മനുഷ്യനാണെന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ കുറ്റസമ്മതം നടത്തേണ്ട ഒരു അവസ്ഥ. ദാവീദിനെ പോലെ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ കുറ്റം നാം സമ്മതിക്കേണ്ട ഒരു ദിവസമാണ് ഈ ശബത്തിന്റെ ദിവസം എന്ന് പറയുന്നത്. അത് രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് ശബത്ത് കുറ്റസമ്മതിക്കലിന്റെ ദിവസമാണ്. ശബത്ത് അനുരഞ്ജനത്തിന്റെ ദിവസം ആണ് എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശബത്ത് അനുരഞ്ജനത്തിന്റെ ദിവസമായി തീരുന്നത് പോലെ തന്നെ അവന്റെ അടുത്ത ഘട്ടം ശബത്ത് ഒരു പുനരുത്ഥാനത്തിന്റെ ദിവസമായി മാറ്റപ്പെടുകയാണ്. ശബത്ത് ഇസ് ദ ഡേ ഓഫ് റിസറക്ഷൻ. അത് മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ശബത്ത് എന്ന് പറയുന്നത് ഒരു പുനരുത്ഥാനത്തിന്റെ അനുഭവം ആണ്. ശബത്ത് എന്ന് പറയുന്നത് ഒരു പുനരുത്ഥാനത്തിന്റെ അനുഭവം ആണ്. യഹൂദന്മാരുടെ ആഴ്ചവട്ടത്തിന്റെ 6-ാമത്തെ നാളാണ് യേശു കർത്താവ് ക്രൂശീകരിക്കപ്പെടുന്നത്. ഒരിക്കൽ കൂടി നാം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ദൈവം 6 ദിവസം കൊണ്ട് മനുഷ്യൻ ഉൾപ്പെടെയുള്ള സകല സൃഷ്ടിയെയും സൃഷ്ടിക്കുകയാണ്. സകല അധ്വാനങ്ങൾക്കും അവൻ വിരാമമിടുകയാണ് 6 ദിവസം കൊണ്ട്. അതെ, അതിനുശേഷം ശബത്തിന്റെ അനുഭവത്തെ നഷ്ടപ്പെടുത്തി ആദാമും ഹൗവയും നിത്യസ്വസ്ഥതയായ നിത്യമായി വിശ്രമിക്കാൻ ദൈവം ഒരുക്കിയ ഏദൻ തോട്ടത്തെ നഷ്ടപ്പെടുത്തി അവിടെ നിന്ന് അവർ കടന്നു പോവുകയാണ്. അതെ, അവർ പാപികളായി ദൈവസന്നിധിയിൽ നിന്ന് തലമുറയായി പാപം ചെയ്ത് അകലുകയാണ്. എന്നാൽ അവരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി യഹോവയായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവായിട്ട് ലോകത്തിലേക്ക് കടന്നു വരികയാണ്. അതെ, അവന്റെ ജീവിതത്തിന്റെ ആദ്യ നാൾ മുതൽ അവസാനം വരെ ഈ ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി അധ്വാനിക്കുകയാണ്. യഹൂദ ചിന്ത പ്രകാരം അവരുടെ ആഴ്ചവട്ടത്തിന്റെ 6-ാമത്തെ നാളാണ്, വെള്ളിയാഴ്ച ദിവസമാണ് യേശു കർത്താവ് ക്രൂശിന്മേൽ തൂങ്ങുന്നത്. ആ യേശു കർത്താവ് ക്രൂശിന്മേൽ തൂങ്ങുന്ന സമയത്ത്, സകലവും അവസാനിക്കുന്ന സമയത്ത്, സകലത്തിനും നിവൃത്തി വരുന്ന സമയത്ത് യേശു കർത്താവ് പറയുകയാണ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. സകലവും നിവൃത്തി ആയിരിക്കുന്നു എന്ന് പറയുകയാണ്. ഇതേ ശബ്ദമാണ് ഏലോഹീം പറഞ്ഞ വാക്കുകൾ. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇതേ കാര്യം സൃഷ്ടിതാവായ ദൈവം പറയുന്നുണ്ട്. സകലവും നിവൃത്തിയായിരിക്കുന്നത് കൊണ്ട് ശബത്ത് ദിവസത്തെ ഞാൻ അനുഗ്രഹിക്കുവാനായിട്ട് പോവുകയാണ്. അതേ, കർത്താവായ യേശു ക്രിസ്തു മാനവരാശിയെ രക്ഷയിലേക്ക് ആനയിച്ചതിലൂടെ തൻ്റെ ഈ ലോകപരമായിട്ടുള്ള ഈ ഭൂമിയിലുള്ള എല്ലാ പ്രവൃത്തികളും അവസാനിച്ചു എന്ന് ആ വിശ്രമത്തിന്റെ സ്വരം അവിടെ പറഞ്ഞു വെക്കുകയാണ്. അതിനുശേഷം യേശുവിന്റെ യഥാർത്ഥ വിശ്രമം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ഞായറാഴ്ച ഉണ്ടായ പുനരുത്ഥാനത്തിലൂടെ ആയിരുന്നു. അതേ, യേശു കർത്താവ് മാനവരാശിയെ വീണ്ടെടുപ്പിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ക്രൂശിൽ മരിച്ച് 1-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്. അതുകൊണ്ടാണ് ക്രൈസ്തവ വിശ്വാസികളായ ഞാനും നിങ്ങളും ആഴ്ചവട്ടത്തിന്റെ 1-ാമത്തെ നാളിനെ, ആ പുനരുത്ഥാനത്തിന്റെ ദിവസത്തെ ശബത്ത് ദിവസമായിട്ട് ആചരിക്കുന്നത്. നമ്മുടെ ജീവിതങ്ങളെ വീണ്ടെടുക്കുന്നതിനു വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ആ ക്രിസ്തു നമ്മുടെ ജീവിതങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചു മരിച്ച് 1-ാമത്തെ ദിവസം വിശ്രമിക്കുകയാണ്. ആ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാം ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്നത്.
നമ്മുടെ ജീവിതങ്ങളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി അധ്വാനിച്ച ആ യേശു ക്രിസ്തുവിന്റെ ആ അധ്വാനത്തെ ഓർമ്മിക്കുന്ന ഒരു ദിവസം കൂടെയാണ് ഈ പുനരുത്ഥാനത്തിന്റെ ദിവസമായ ശബത്ത്. ആദ്യമ ക്രിസ്ത്യാനികള് അവർ കൂടി വരുന്ന നാളുകളിലൊക്കെയും ശബത്ത് ദിവസങ്ങളിലൊക്കെയും തിരുവത്താഴ് സ്വീകരിക്കുക പതിവായിരുന്നു, ഇതിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അതേ ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള ഭാഗത്ത് ദൈവം മനുഷ്യരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: മനുഷ്യ, നീ എവിടെയാണ്? അതേ ശബത്ത് എന്ന് പറയുന്ന ദിവസത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം വ്യക്തമായി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഈ ശബത്ത് ദിവസത്തിൽ ഉണ്ട്. ആ ക്രിസ്തു നമ്മെ ആലയത്തിൽ കാത്തിരിക്കുകയാണ്. ആ ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ശബത്ത് ദിവസത്തിൽ ആയിരിക്കുകയാണ്. ആ ക്രിസ്തു നമ്മോട് ചോദിക്കുകയാണ്: മനുഷ്യ, നീ എവിടെ? ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് അകന്ന മനുഷ്യരോട് എലോഹീം എന്ന ദൈവം ചോദിക്കുന്ന അതേ ചോദ്യം യേശു കർത്താവ് മനുഷ്യരോട് ചോദിക്കുകയാണ്: മനുഷ്യ, നീ എവിടെ? നിന്നെ ഞാൻ വീണ്ടെടുത്തല്ലോ, മനുഷ്യ, നീ എവിടെയാണ്? നിന്നെ ഞാൻ സൃഷ്ടിച്ചല്ലോ, മനുഷ്യ, നീ എവിടെയാണ്? നിന്നെ ഞാൻ സഹായിച്ചല്ലോ, മനുഷ്യ, നീ എവിടെയാണ്? നിനക്ക് ഞാൻ നിത്യസ്വസ്ഥതയുടെ വാതിലുകളെ തുറന്നല്ലോ, പക്ഷേ മനുഷ്യ, നീ എവിടെയാണെന്നൊരു ചോദ്യം നമ്മുടെ മുൻപിൽ കർത്താവ് ഉയർത്തുകയാണ്. പലപ്പോഴും ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഈ ശബത്ത് ദിവസത്തിൽ നാം ഓരോരുത്തരും എവിടെയാണ്? പലരും ശരീരം കൊണ്ട് ആലയത്തിന്റെ അകത്തളങ്ങളിൽ ആയിരിക്കുന്നുവെങ്കിലും മനസ്സുകൊണ്ട് മറ്റ് ലോറ്റുകളിൽ മുഴുകിയിരിക്കുകയാണ്. പലരും തങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ, അപ്പം ശേഖരിക്കുവാനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ശബത്ത് ദിവസത്തിൽ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ്. അവനോടൊപ്പം ചേർന്ന് വിശ്രമിക്കുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അതെ, ശബത്ത് എന്ന് പറയുന്നത് ഒരു അനുഗ്രഹത്തിന്റെ ദിവസമാണ്. അത് പാഴാക്കി കളയേണ്ട നിമിഷങ്ങളല്ല, അനുഗ്രഹത്തിന്റെ 24 മണിക്കൂറുകളാണ്. അതൊരു കുറ്റസമ്മതത്തിന്റെ ദിവസം ആണ്. നമ്മുടെ പാപങ്ങളെയും കുറ്റങ്ങളെയും പശ്ചാത്തപിച്ച് ദൈവസന്നിധിയിൽ അനുദപിക്കേണ്ട ഒരു ദിവസമാണ് ശബത്ത് എന്ന് പറയുന്നത്. അങ്ങനെ അനുദപിക്കുന്നവരുടെ ജീവിതത്തിൽ ശബത്ത് ഒരു പുനരുത്ഥാനത്തിന്റെ ദിവസമാണ്. അത് തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ മാനസികമായി തളർന്നവരായിരിക്കാം, നമ്മള് ശാരീരികമായി തളർന്നവർ ആയിരിക്കാം, രോഗാവസ്ഥ കാരണം തളർന്നവർ ആയിരിക്കാം. എന്നാൽ ഈ ഞായറാഴ്ച ദിവസം നാം ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് അവന്റെ കാൽക്കീഴിൽ വിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ അനുഭവം ഉണ്ടാകും. വീണ്ടും തിങ്കൾ മുതൽ ശനി വരെ നമുക്ക് അധ്വാനിക്കുവാനായിട്ടുള്ള ഒരു ഹൃദയം സ്വർഗത്തിലെ ദൈവം നമുക്ക് പകർന്ന് നൽകും. അതേ, നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി ദൈവത്തിന്റെ സന്നിധിയിൽ ആ ശബത്തിന് വേണ്ടി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കാം. ആമേൻ.